മമ്മൂക്ക കുറെ കാലമായിട്ട് വയ്യാണ്ട് വയ്യാണ്ട് കുറെ കാലമായിട്ട് ഇവിടെ പോയി. ആ 2 മാസമല്ലേ, 2 മാസം മമ്മൂക്ക റെസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. അദ്ദേഹം നമുക്ക് ഹാപ്പി ആയിരിക്കുന്നു, ആരോഗ്യവാനായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. അദ്ദേഹം எப்போ வரும், எப்படி வரும்னு யாருக்குமே சொல்ல முடியாது. எந்த மாதிரி வரும்னு சொல்ல முடியாது. അപ്പം ഞാനും വെയിറ്റിങ്ങിനാണ്, ഞങ്ങളുടെ ഫാമിലി വെയിറ്റിംഗാണ്. അദ്ദേഹം ഏത് സ്റ്റൈലിൽ വരും, എങ്ങനെ വരും നമുക്കറിയില്ല. പൂർണ്ണ ആരോഗ്യമായിട്ടുള്ള ഒരു കുഴപ്പമില്ല. ചെറിയ നമുക്ക് ചെന്നൈയിലുണ്ട്. മലയാളികളോട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഓരോ മലയാളികളും ഇനി വരാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടൊരു ചെറിയ പരിപാടിയാണ്. എപ്പോഴും കളങ്കാവലിലൂടെ ഒന്നും അറിയാൻ പറ്റില്ല. എനിക്കറിയത്തില്ല ഒരു പരിപാടി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ അബദ്ധത്തിന് പറഞ്ഞു, ചിലപ്പോൾ 7-ാം തീയതി ഇങ്ങനെ പറഞ്ഞോളൂ. സെപ്റ്റംബർ 7-ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ 7-ാം തീയതി എങ്ങനെ മമ്മൂക്ക പ്രത്യക്ഷപ്പെടുവോ, വന്നാൽ ഏത് സ്റ്റൈലാണെന്ന് ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ അവർ പറഞ്ഞത് അഷ്കർ പറഞ്ഞു മമ്മൂക്ക 7-ാം തീയതി ഇത്ര മണിക്ക് വരുമെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ കണ്ടു അപ്ഡേറ്റ് അവർ തന്നെ ഇട്ടു. അങ്ങനെയല്ല, നമുക്ക് 7-ാം തീയതി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ സ്റ്റൈലിൽ എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഒരു വരവായിരിക്കും അല്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഞാനും പ്രതീക്ഷിക്കുന്നു, ഞങ്ങളെല്ലാവരും നിങ്ങൾ ഓൾ ഫാൻസ് പ്രതീക്ഷിക്കുന്നു, ഞാനും പ്രതീക്ഷിക്കുന്നു. ഞാനും അദ്ദേഹത്തിന് വലിയ ഫാൻ പോയാണ്. കളങ്കാവലിന്റെ പോസ്റ്റർ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും എനിക്കിഷ്ടമാണ്. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ കണ്ടു വളർന്നതും, ഞാൻ എന്റെ കുഞ്ഞുനാൾ തൊട്ടല്ലേ, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടു വളർന്നാണ് ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും. എല്ലാ പടങ്ങളും, എല്ലാ പോസ്റ്ററുകളും, അദ്ദേഹത്തിന്റെ അഭിനയവും എല്ലാം ഇഷ്ടപ്പെടാതിരിക്കുന്നു. അതിലൂടെയല്ലേ മറ്റ് സിനിമാ നടന്മാർ, സൂപ്പർ സ്റ്റാറുകളിലേക്ക് ഞാൻ ഇഷ്ടപ്പെട്ട അവരുടെ ആരാധകനായി മാറിയത്. ഈ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചു. അതിനൊരു അവസരം കിട്ടിയത് ജെൻസി പ്രൊഡക്ഷൻസിലായിരുന്നു.